ഓൾ റൈറ്റ്. സോ കേരളത്തിനെ ലോകത്തിന്റെ തന്നെ നെറുകയിൽ എത്തിച്ച ആ സിഗ്നേച്ചർ ഡിഷിന്റെ പേരെന്തായിരുന്നു? യെസ്, ഫിഷ് നിർവാണ. സോ അദ്ദേഹം ഇന്ന് നമുക്ക് വേണ്ടി ഈ ഒരു ഷോയിൽ നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന മാസ്റ്റർ പീസ് ആണ്. ഫിഷ് നിർവാണയാണ് അദ്ദേഹം നമ്മൾക്ക് മുമ്പിൽ ഇന്ന് ഒരുക്കുന്നത്. സോ ഫിഷ് നിർവാണ, ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ഫിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. വളരെ വലിയ ഒരു ഫിഷാണ്. ഇന്ന് നമ്മൾ എടുത്തിരുന്ന ഈ ഫിഷ് ഏതാണ്? നെയ്മീനാണ്. സോ ഇതിന് ഏറ്റവും കൂടുതൽ എടുക്കുക, ഏറ്റവും ടേസ്റ്റ് വരുന്ന ഫിഷ് ഇതാണോ, നെയ്മീനാണോ? നെയ്മീൻ, കരിമീൻ, വെള്ള ആവോലി, ഏത് മീൻ വെച്ച് ഇത് ഉണ്ടാക്കാം. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന, ഒരു 5 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്നതാണ്. 5 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്നതാണ് സാർ പറയുന്നത്. സാധാരണ നമ്മുടെ മീൻ വീട്ടിൽ വറക്കുന്ന മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളകും നാരങ്ങ നീരും ചേർത്ത് മീൻ മറിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അത് ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്യുന്നു. ഒരു അപ്പച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വാഴയില വെച്ചിട്ടാണ് ഇത് ചെയ്യുക. ഒരു 2 മിനിറ്റ്സ്, 2 മിനിറ്റ് ഇതിനകത്ത് പാനിൽ ഗ്രില്ല് ചെയ്യാണ്, ഇല വെക്കുന്നു. അതിന് മുമ്പ് നമുക്ക് റെഡി ആക്കേണ്ടത് തേങ്ങാപ്പാലാണ്. കട്ടിയുള്ള തേങ്ങാപ്പാലുണ്ട്, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടാൽ അറിയാം, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അതുകൂടാണ്ട് ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്, മാങ്ങ, പച്ചമുളക്, കറിവേപ്പില, തേങ്ങാ കൊത്ത്, ഉപ്പ്, കുരുമുളക്, ഇത്രയാണ് വേണ്ടത്. ഓൾറൈറ്റ്, നമ്മൾ അടുത്തതായി തേങ്ങാപ്പാൽ, നേരത്തെ പറഞ്ഞ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ അതിൻ്റെ മുകളിലോട്ടായിട്ട് ഒഴിച്ചിരിക്കുകയാണ്. ഫ്ലെയിം മീഡിയത്തിലാണ് ഇപ്പോൾ കറൻറ്റ്ലി വെച്ചിട്ടുള്ളത്. ഓൾറൈറ്റ്, നമ്മുടെ 2 സ്ലൈസ് ചെയ്തിരിക്കുന്ന ഫിഷ് ശരിക്കും മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് നമ്മുടെ ഷെഫ് ഇപ്പോൾ തേങ്ങാപ്പാൽ അതിലോട്ട് ഒഴിച്ചിട്ടുള്ളത്. പച്ചമാങ്ങ കുനുകുന അരിഞ്ഞ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാണെങ്കിൽ കുനുകുന അരിഞ്ഞ പച്ചമാങ്ങയാണ് അതിലോട്ട് ഷെഫ് 2 സ്പൂൺ ഇപ്പോൾ അതിലോട്ട് ഇട്ടിട്ടുള്ളത്. ഇഞ്ചിയും നല്ല നൈസായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയാണ് ഇപ്പോൾ അതിലോട്ട് ഇട്ടിട്ടുള്ളത്. അപ്പം മാങ്ങയും ഇഞ്ചിയും കഴിഞ്ഞു. അടുത്തത് നമ്മുടെ മുളകിൻ്റെ ഉഴമാണ്. അതും നല്ല നൈസായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. സോ മുളകും ഒരു ആവശ്യാനുസരണം, നമ്മുടെയൊക്കെ എരിവിനനുസരിച്ച് മുളകിടുക. തേങ്ങാക്കൊത്ത്, ഇത് ബ്രില്യൻ്റ് ആയിട്ടാണ് കേട്ടോ അതിൻ്റെ കട്ട്, ഭയങ്കര നൈസായിട്ടാണ് അത് അരിഞ്ഞിട്ടുള്ളത്. തേങ്ങാക്കൊത്തും 2 സ്പൂണ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ വന്ന് ഉപ്പിടുകയാണ്. ഓൾറെഡി നമ്മൾ ഷെല്ലോ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ടൈം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ബ്ലാക്ക് പെപ്പറാണ്. നല്ല നമ്മൾ പുറത്ത് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പെപ്പർ പോലെയല്ല, നമ്മൾ വീട്ടിലൊക്കെ ഗ്രൈൻഡറിൽ പൊടിച്ച പെപ്പറാണ്. ആ ഒരു ആ ഒരു ടെക്സ്ചറിലാണ് അതിരിക്കുന്നത്. കറി ലീവ്സും അതിലോട്ട് ഇട്ടിരിക്കുകയാണ്. സ്മെല്ല് വരാൻ തുടങ്ങി മക്കളെ, ഒരു രക്ഷയില്ല. തേങ്ങാപ്പാൽ ഇങ്ങനെ പയ്യെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ദ സീക്രട്ട്, ഷെഫ് പിള്ള സീക്രട്ട് ആണ് ഇപ്പോൾ കറൻ്റ്ലി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇതിൻ്റെ ഒരു രുചി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ നെയ്മീൻ അല്ലെങ്കിൽ വലിയ മീനൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ തല, വാൽ ഭാഗമൊക്കെ ഉണ്ടാവും. അത് തിളപ്പിച്ച് അതിൻ്റെ ഒരു ചാറ് ചേർത്താൽ, അപ്പോൾ ഈ കറിക്ക് ഒരു സ്വാദ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണ്. അപ്പോൾ ഇത് അതിൻ്റെ തല, ഈ നെയ്മീൻ്റെ തല നമ്മൾ തിളപ്പിച്ചെടുത്ത വെള്ളമാണ് ലേശം.
ഒരു കുറച്ച് ബട്ടറാണ് നമ്മളിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂവി കൊടുത്തിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ നിർവാണ് നമ്മുടെ സാർ ഇവിടെ റെഡിയാക്കിയിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കുന്നത് ഇങ്ങനെയൊന്ന് സ്മെല്ല് ചെയ്യണതിൻ്റെ കാര്യം എന്താ? തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ആ തിളച്ച് ഇരിക്കുന്നതിൻ്റെ ഈ ആഡ് ചെയ്തിരിക്കുന്ന സ്പൈസസ് എല്ലാം ഒരു ഫിനിഷിങ് സ്റ്റേജിലെത്തുമല്ലോ. ഇതെല്ലാം ഇതിൻ്റെ കൂടെ ഒരു മാജിക് ആണല്ലോ. നമ്മൾ ഒരുമിച്ച് രുചിയില്ലാത്ത കുറേ സാധനങ്ങൾ ഒരുമിച്ച് രുചിയാക്കുന്ന ഒരു സംഭവമാണ് ഈ കുക്കിംഗ് എന്ന് പറയുക. അപ്പോൾ അതെല്ലാം ഫൈനലി വരുമ്പം ലാസ്റ്റ് അതിൻ്റെ ഒരു ഫ്ലേവർ, വെളിച്ചെണ്ണ, പച്ചമാങ്ങ, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വാട്ടിയ വാഴയിലയിൽ നെയ്മീൻ ചുട്ടെടുത്ത് കഴിക്കുമ്പം അതിൻ്റേതായ ഒരു സുഗന്ധവും ആരോമയും നമ്മുടെ ഉള്ളിലേക്ക് എത്തും. അപ്പോൾ ഇത് ഇന്ന് പൊറോട്ടയായിട്ടാണ് ഇവിടെ കഴിക്കാൻ എല്ലാവർക്കും കുറച്ച് പേർക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. യെസ്. ടേസ്റ്റ് ചെയ്യട്ടെ. കൊതി കിട്ടോ? ടേസ്റ്റ് ചെയ്യട്ടെ. ആ തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ആ ടേസ്റ്റും ആ കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല, അത്രയും ടേസ്റ്റാണ്. എന്താ പേര്? രജിത. എങ്ങനെയാണ് ഞങ്ങളുടെ സാറിൻ്റെ ഡിഷിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളത്? ഞാൻ യൂട്യൂബിൽ കൂടെ ഒക്കെ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ ഞാനിത് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ തീർച്ചയായിട്ടും വീട്ടിൽ പോയാൽ ഉണ്ടാക്കും. ഞാൻ നമസ്കാരം, എൻ്റെ പേര് ഷീല സോമൻ. ഞാൻ വനിതാ പാചകറാണിയാണ് 2025. സാറാണ് എൻ്റെ ഏറ്റവും എന്താ പറയുക മുൻകാട്ടി പറയില്ലേ, അതായിട്ട് മീൻ അല്ലെങ്കിൽ മറ്റ് കണവയോ കൂന്തലൊക്കെ പറഞ്ഞാൽ വളരെ ലോലമായ